അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു കാലത്തും യോജിച്ചിട്ടില്ല. ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഹകരണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തിരുത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറിയിൽ നിന്നുണ്ടായ പിഴവിനെ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഏറെ സമയവും വിനിയോഗിച്ചത്. RSSനോടുള്ള CPIMന്റെ ഇതപര്യന്തമുള്ള സമീപനം വിശദീകരിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അക്ഷരാർത്ഥത്തിൽ തിരുത്തുകയായിരുന്നു. എന്നാൽ വ്യക്തിപരമായി MV ഗോവിന്ദന്റെ പേര് പറഞ്ഞില്ലെന്ന് മാത്രം. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. അടിയന്തരാവസ്ഥ കാലത്ത് CPIMും RSSും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ജനതാ പാർട്ടി എന്ന നിലക്ക് രൂപം കൊണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് സഹകരണം ഉണ്ടായിട്ടുണ്ട്. RSSനോടുള്ള പാർട്ടിയുടെ സമീപനം വ്യക്തമാക്കുന്നതിനിടയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി മറന്നില്ല. RSS ആരാധിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അത്തരം ചില ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. അങ്ങനെയൊന്നുമുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോ പാർട്ടിക്കാരോ അല്ല CPIMും CPIMകാരും. ഞങ്ങളുടെ 215 സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? കോൺഗ്രസിൻ്റെ പഴയ KPCC പ്രസിഡൻ്റല്ലേ പറഞ്ഞത്. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ ഇതാദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി അവിടെയും RSSനോടുള്ള നിലപാട് കടുപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയെന്ന് പറഞ്ഞതിലൂടെ ഗവർണർക്കും കാര്യങ്ങൾ ബോധ്യമായെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. രാജ്ഭവനിൽ സംഘപരിവാർ നേതാക്കളുടെ ചിത്രം വെച്ചതിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി അവിടം RSS ശാഖയാക്കാൻ അനുവദിക്കില്ലെന്നും തറപ്പിച്ചു പറഞ്ഞു. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ടി ഒന്നുമല്ല. അത്തരമൊരു നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് രാജ്ഭവനെ ഉപയോഗിക്കാനും പാടില്ല. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്. ജനസംഘവുമായി സഹകരിച്ചതിൽ പ്രതിഷേധിച്ച് P. സുന്ദരയ്യ CPIMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി വ്യക്തമായി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. 24 തിരുവനന്തപുരം.